തൃശൂർ പൂരവിളംബരത്തിനായുള്ള കാത്തിരിപ്പാണ്. നെയ്തലക്കാവമ്മ എത്തിയിരിക്കുന്നു. തിടമ്പേറ്റിയിരിക്കുന്നത് എറണാകുളം ശിവകുമാർ എന്ന ഗജരാജനാണ്. ഇപ്പോൾ ശ്രീമൂലസ്ഥാനത്തേക്കുള്ള യാത്രയിലാണ് നെയ്തലക്കാവിലമ്മ. അവിടെയാണ് പൂരവിളംബരം നടക്കുന്നത്. അവിടെ നിലപാട് തറയിലെത്തി പൂരവിളംബരം, അതിനുശേഷം കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത്, ചമയ പ്രദർശനം, ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ. പൂരത്തിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാന ചടങ്ങ് പൂരവിളംബരമാണ്. അതാണിപ്പോൾ അല്പസമയത്തിനകം തന്നെ പൂരവിളംബരം നടക്കും. അതിനുവേണ്ടി ശ്രീമൂലസ്ഥാനത്തേക്ക് നെയ്തലക്കാവിലമ്മ പുറപ്പെട്ടിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്ന ഗജവീരൻ എറണാകുളം ശിവകുമാർ തിറമ്പേറ്റിക്കൊണ്ട് കടന്നു പോകുന്ന കാഴ്ചയാണ്. ശ്രീമൂലസ്ഥാനത്തേക്ക് കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മുടെ ക്യാമറമാൻ നിഖിൽ നിള പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിലേക്ക് നെയ്തലക്കാവിലമ്മ എഴുന്നള്ളും. അവിടെ വെച്ച നിലപാട് തറയിൽ വെച്ച ശംഖുനാദം മുഴക്കുന്നതോടുകൂടി ഈ വർഷത്തെ പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് ഔപചാരികമായ തുടക്കമാകും. എന്തായാലും കണിമംഗലം ശാസ്താവിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പാണ്. ആദ്യ ഘടകപൂരം രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ വരവിനായുള്ള ഒരു കാത്തിരിപ്പാണ്. ഇനി കണിമംഗലം ശാസ്താവിനുള്ള ഒരു ആതിഥേയം ശംഖുനാഥമാണ് അവിടെ അല്പസമയത്തിനകം തന്നെ മുഴങ്ങാൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 പേരുടെ ജീവൻ അത് മുണ്ടത്തിക്കോട് പൊലിഞ്ഞതിൻ്റെ എല്ലാവിധ സങ്കടവും ആശങ്കകളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും പൂരത്തിൻ്റെ മാറ്റൊട്ടും കുറയാതെ തന്നെ നിരവധി പൂരപ്രേമികളാണ്. അത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, മറ്റു പല ജില്ലകളിൽ നിന്നും വന്നിട്ടുണ്ട്. തൃശ്ശൂർ പൂരം എന്നാൽ ഒരു സമ്പൂർണ്ണ പൂരമെന്ന് നിസ്സംശയം പറയാവുന്ന ഒരു പൂരം തന്നെയാണ്. വെടിക്കെട്ട് വേണ്ടവർക്ക് വെടിക്കെട്ട്, വെടിക്കെട്ട് പ്രേമികൾക്ക് വെടിക്കെട്ട്, ഇത് കൂടാതെ പൂരപ്രേമികൾക്ക് മറ്റു പല എൻ്റർടൈൻമെൻറ്റ്സും ഒരുക്കി വയ്ക്കുന്നു. അതുകൂടാതെ മടത്തിൽ വരവ്, പഞ്ചവാദ്യം, പാണ്ടിമേളം, ഇലഞ്ഞിത്തറമേളം അത് ആസ്വദിക്കേണ്ടവർക്ക് ഇലഞ്ഞിത്തറമേളം, അങ്ങനെ എല്ലാ തരത്തിലും പൂർണ്ണമായ അർത്ഥത്തിലുള്ളൊരു പൂരമാണ്. അതിലാണ് വെടിക്കെട്ടും കുടമാറ്റവും. ഇത്തവണ കുടമാറ്റം നിയന്ത്രണങ്ങളോടെ 15 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന അല്പസമയം മുൻപ് കളക്ടർ ശിഖാ സുരേന്ദ്രനാണ് നമ്മോട് സംസാരിച്ചത്. നിയന്ത്രണങ്ങളുണ്ട്, പക്ഷേ മാറ്റൊട്ടും കുറയില്ല. ആ നിയന്ത്രണങ്ങൾ അതിൻ്റെ വഴിക്ക് നടന്നു പോകുമ്പോൾ തന്നെ ജനങ്ങൾ എന്തായാലും പൂരത്തെ ഏറ്റെടുത്തിരിക്കുന്നു. കാരണം ഒരു വർഷം മുൻപ്, കഴിഞ്ഞ വർഷം ഉപചാരം ചൊല്ലി പിരിഞ്ഞതിന് ശേഷം തുടങ്ങിയ പരിശ്രമങ്ങളാണ്, അല്ലെങ്കിൽ ഒരുക്കങ്ങളാണ്. അടുത്ത വർഷം പൂരം അത് എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന തരത്തിലുള്ള പരിശ്രമങ്ങളാണ് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് പുറമെ ഈ നാട്ടുകാർ ഓരോരുത്തരും മനസ്സുകൊണ്ട് അടുത്ത പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങിയതാണ്. അവിടെയാണ് ഒരു കരിനിഴ എന്ന പോലെ മുണ്ടത്തിക്കോട് 2 ദിവസം മുൻപ് ഇത്തരത്തിലൊരു ദുരന്തം, വെടിക്കെട്ട് പുരയിൽ ഒരു ദുരന്തം ഉണ്ടായത്. എന്തായാലും ലൈസൻസി സതീഷ് ആണ് ഏറ്റവും ഒടുവിൽ മരിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പൂരപ്രേമി സംഘം പ്രതിനിധികളുമായൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ പറയുന്ന മനുഷ്യരെല്ലാവരും തന്നെ കഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ആ വെടിക്കെട്ട് പുരയിൽ ആ ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് പോലും ആ മനുഷ്യർ കഷ്ടപ്പെട്ടത് ഈ പൂരത്തെ വർണ്ണാഭമാക്കാൻ വേണ്ടിയായിരുന്നു. തിരുവമ്പാടി ദേശത്തെ 4-5 പേർ അവിടെ എത്തിയത് സഹായിക്കാൻ വേണ്ടിയായിരുന്നു. അതായത് പൂരത്തെ കളറാക്കാൻ, അല്ലെങ്കിൽ പൂരത്തെ വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. അവർക്കുള്ള സ്മരണാഞ്ജലി നല്ല രീതിയിൽ പൂരം നടത്തി, ചില കുറവുകൾ കാണിക്കുക, അല്ലെങ്കിൽ പ്രൗഢി കുറയ്ക്കുക, പക്ഷേ അതിനപ്പുറത്തേക്ക് ആചാരപരമായ ചടങ്ങുകൾ അത് വളരെ ഉത്സാഹത്തോടു കൂടി നടത്തിയാണ് അവർക്കുള്ള ഒരു ശ്രദ്ധാഞ്ജലി, സ്മരണാഞ്ജലി നൽകേണ്ടത് എന്നൊരു പ്രഖ്യാപനമാണ് അവരെല്ലാവരും തന്നെ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ജനം ഇങ്ങോട്ട് വന്ന് ചേർന്നിരിക്കുന്നത്. എന്തായാലും പൂരപ്രേമികൾ ഒട്ടും മാറ്റു കുറയ്ക്കാതെ തന്നെ പൂരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മരിച്ചുപോയവർക്ക്, അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ പെട്ടുപോയവർക്ക് സ്മരണാഞ്ജലിയുണ്ട്, അവരോടൊപ്പം നിൽക്കുന്നു. പക്ഷേ പൂര വിളംബരം വളരെ മനോഹരമായി തന്നെ ചടങ്ങുകളോടെ, ആചാരപരമായ ചടങ്ങുകളോടെ തന്നെ പുരോഗമിക്കുകയാണ്. അത് തങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അത് ആചാരപരമായി തന്നെ തങ്ങൾ നടത്തുമെന്ന പ്രഖ്യാപനമാണ് തൃശ്ശൂരുകാർ ഈ തെക്കേ ഗോപുരനട തുറന്നതിലൂടെ തെളിയിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പറയുന്ന നെയ്തലക്കാവിലമ്മ നിലപാട് തറയിലേക്ക്, ശ്രീമൂലസ്ഥാനത്ത് നിലപാട് തറയിലേക്ക് എത്തി ശംഖുനാഥം മുഴക്കും. പൂരത്തിന് ഔദ്യോഗിക തുടക്കമാകും. എന്തായാലും തൃശ്ശൂർ പൂരത്തിന് തെക്കേ ഗോപുരനട ഗജവീരൻ എറണാകുളം ശിവകുമാർ തുറന്നിരിക്കുന്നു. പൂരത്തിന് ഔപചാരികമായ തുടക്കമായിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തെക്കേ ഗോപുരനടയിൽ നിന്ന് പറയാവുന്നതാണ്. അതാണ് പൂരനഗരി ആവേശത്തിലാണ്, പൂരവിളംബരത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ശ്രീമൂലസ്ഥാനത്തേക്ക് നെയ്തലക്കാവിലമ്മ എഴുന്നള്ളുകയാണ്. അല്പസമയത്തിനകം പൂരവിളംബരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.